നമസ്കാരം. തരിശുകിടന്ന മഞ്ചാടിപ്പാടം ഇനി കതിരണിയും. കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ 13 ഏക്കറോളം തരിശായി കിടന്ന പ്ലാസ്റ്റിക് ജൈവ മാലിന്യമേറിക്കിടന്നിരുന്ന പാടശേഖരത്തിൽ 100 മേനി നെല്ല് വിളയിക്കാൻ ഉഴവുത്സവം നടത്തി. മഞ്ചാടിപ്പാടം സാംസ്കാരിക വേദിയും കർഷകരും ഒരുങ്ങി. ഇന്ന് രാവിലെ നടന്ന പരിപാടിയിൽ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ PH ഷിയാസിന്റെ അധ്യക്ഷതയിൽ കൽപ്പറ്റ മുൻ MLA ശ്രീ CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി റഷീദ സലീം, കുറ്റിലഞ്ഞി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ റഷീദ് PK, C നാസർ, സജി ജോസ്, PV ഹസൻ, സുബൈർ പൊന്നപാല, വിനു, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, K സുനിൽ, KK അലിയാർ, PK ബാപ്പുട്ടി, സാറ മൊയ്തു എന്നിവർ സംസാരിച്ചു. തന്നെ ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാനിടയായ കാരണങ്ങളിൽ ഒന്ന് ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അവരുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. മലയാളത്തിൽ തൻ്റെയിടം എന്ന പദം ഉണ്ടായത് തന്നെ തനിക്ക് ഒരിടം എന്ന പദം ലോപിച്ചിട്ടാണ് തൻ്റെയിടം എന്ന പദം തന്നെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ പദങ്ങളും ഉണ്ടാകുന്നത് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഭൂമിയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഭൂമി വലിയ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ടെങ്കിലും കാർഷിക മേഖലയിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ കേരളം പതുക്കെ പിൻവാങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഈ കാർഷിക കൂട്ടായ്മ, ഈ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ രസമായ ഒരു പരിപാടിയാണെങ്കിലും വളരെ മാതൃകാപരവും വളരെ ഗംഭീരവുമായൊരു പരിപാടിയായിട്ട് കൂടി കാണാൻ വേണ്ടി കഴിയും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. തരിശായി കിടന്ന മാലിന്യവാഹിയായി കിടന്ന നമ്മുടെ ഈ മഞ്ചാടിപ്പാടം ഒരു കൂട്ടായ്മയുടെ ശ്രമഫലമായി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മാലിന്യമെല്ലാം നീക്കി അന്ന് 10 ഏക്കറോളം വരുന്ന ഈ മഞ്ചാടിപ്പാടം കൃഷി ചെയ്ത് 100 മേനി വിളയിച്ച് നമ്മളന്ന് ഉഴവുത്സവവും വിതയുത്സവം കൊയ്ത്തുത്സവവും അങ്ങനെ വലിയൊരു ആഘോഷത്തോടു കൂടി ആ കൃഷി നടത്തി മുന്നോട്ട് കൊണ്ടുപോയിരുന്നപ്പോൾ കോവിഡിനെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ കൃഷി നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് വലിയ സാമ്പത്തിക നഷ്ടം മൂലം ആരും കൃഷി ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ വന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ആ മഞ്ചാടിപ്പാടം കാർഷിക കൂട്ടായ്മ ഈ കൃഷി ഏറ്റെടുത്ത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഒരു സംഭവമായി മാറുന്ന സ്ഥിതി ഉണ്ടായി. പഞ്ചായത്തിനകത്ത് വലിയ ഒരു മാറ്റം, വിപ്ലവകരമായ കാർഷിക മേഖലയ്ക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മ മാറിയിട്ടുണ്ടായിരുന്നു. കൊറോണയൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് നിലച്ചുപോയി. ഏതായിരുന്നാലും ഇന്ന് ഇത് തുടങ്ങുമ്പോൾ വലിയ ഒരു പ്രചരണമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ തന്നെ അറിയുന്ന രാവിലെ തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും തുടർന്ന് നടക്കുന്ന പരിപാടികൾ നല്ല ജനപങ്കാളിത്തത്തോടു കൂടിയും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയെ മാറാൻ കഴിയട്ടെ. അത് ഏതായിരുന്നാലും അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ഘാടനത്തിന് കിട്ടിയിട്ടുള്ള സഖാവിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. ഏതായിരുന്നാലും കൂട്ടായ്മ നല്ല രീതിയിൽ തുടർന്നും കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ഷിയാസ് കോതമംഗലം.